ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. യേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തുകൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തുകൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോ സംഭ്രമിച്ചിടുമേ. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോ സംഭ്രമിച്ചിടുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധരാജനോടെന്നും വാഴുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധരാജനോടെന്നും വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ഈ ലോകമേറ്റവും
ഏറ്റവും നിന്ദിച്ചിരുന്നവർ വന്ദിതരാകാൻ കാലമടുത്തു പോ. ഈ ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ വന്ദിതരാകാൻ കാലമടുത്തു പോ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മഹത്വപ്പെടാൻ ഇടവരട്ടെ. ഒരു പ്രാവശ്യം കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനത്തോട് ചേർന്നിരിപ്പാൻ, വചനം ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 91 സങ്കീർത്തനം 14 വാക്യം ഒരു മനോഹര വാക്യമാണ്. വാഗ്ദത്തങ്ങൾ അടങ്ങിയ വാക്യമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. വിടുവിക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം. വാസ്തവമായും നാം ആഗ്രഹിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും, കർത്താവേ ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ. രോഗത്തിൽ നിന്നുള്ള വിടുതലാകാം, ശാപത്തിൽ നിന്നുള്ള വിടുതലാകാം, കുടുംബജീവിതത്തിലെ പ്രാരബ്ധങ്ങളോ കടങ്ങളോ അല്ലെങ്കിൽ തമ്മിലുള്ള പൊരുത്തക്കേടിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ആയ വിടുതലാകാം. അല്ല, കുഞ്ഞുങ്ങളുടെ അനുസരണക്കെട്ടുള്ള സ്വഭാവം, വൈകല്യമുള്ള സ്വഭാവം, ഇതെല്ലാത്തിൽ നിന്നൊരു വിടുതൽ. ദൈനംദിന ജീവിതത്തിൽ നാം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതാണ് ഈ വിടുതൽ. വീണ്ടും നാം ആഗ്രഹിക്കുന്നു, നമുക്കൊരു ഉയർച്ച വേണം. ഉയർത്തുന്ന ദൈവം, വളർത്തുന്ന ദൈവം, ഇതെല്ലാം നമുക്ക് വേണം, നമുക്ക് ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം എന്ത് ചെയ്യണം? ഒരു കണ്ടീഷനുണ്ട്. കർത്താവ് വിടുവിക്കും, എല്ലാത്തിൽ നിന്നും വിടുവിക്കും. പക്ഷെ എന്താണ് കണ്ടീഷൻ? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, പ്രാണപ്രിയനായ യേശുവിനോട് പറ്റിച്ചേർന്നുള്ള ജീവിതം. ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തു നമ്മിൽ വസിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരും യേശുവിനോടങ്ങ് പറ്റിച്ചേർന്നുള്ള ജീവിതം, ഐക്യതയുള്ള ജീവിതം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന ജീവിതം. പ്രിയപ്പെട്ടവരെ, നാം അത് കൊതിക്കണ്ടേ? അതിന് നമ്മ സാധിക്കുമോ? ഒരു ജഡരക്തങ്ങളോട് കൂടിയ നമുക്ക് ആർക്കും വാസ്തവമായും അത് സാധിക്കില്ല. അത് സാധിപ്പിച്ചു തരുവാൻ ഈ പാപത്തിൻ്റെ കുഴിയിൽ നിന്നും, നിരാശയുടെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ ഒന്ന് കയറ്റി ആ ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേൽ നിർത്തുവാൻ അധ്വാനിക്കുന്ന ദൈവസ്നേഹം, അത് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മഹാപരിശുദ്ധനായ ദൈവത്തോടാണ് നാം ഒത്തുചേർന്ന് പോകേണ്ടത്. ആമോസ് പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? മഹാപരിശുദ്ധനായ ദൈവത്തോട്, ഈ പാപമയമായ ആളത്വത്തോടു കൂടിയ നമുക്ക് എങ്ങനെ ഒത്തുചേർന്ന് ജീവിക്കാം? പ്രിയപ്പെട്ടവരെ, എങ്ങനെ സാധിക്കും? എങ്ങനെ നമുക്കിതിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിക്കാൻ പറ്റും? നാം അത് ആലോചിക്കണ്ടേ? നാം ചിന്തിക്കണ്ടേ? നമ്മുടെ ഏക ധ്യാന വിഷയം അതായിരിക്കണ്ടേ? നമ്മുടെ പ്രാർത്ഥനാ വിഷയം അതായിരിക്കണ്ടേ? നമ്മുടെ ദൈവം ആരാണ്? യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ യഹോവയായ ദൈവമിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. 6 ചിറകുള്ള സാറാഫുകൾ 2 ചിറകുകൊണ്ട് മുഖം മൊത്തി ദൈവത്തിൻ്റെ, ആ മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ തേജസ് കാണാൻ തങ്ങളെ കൊണ്ടാവില്ല. 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് 2 ചിറകുകൊണ്ട് കാല് മൂടി ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് ഘോഷിക്കുകയാണ്. ഈ മഹാപരിശുദ്ധനായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ, പറ്റിപ്പിടിച്ചിരിക്കാൻ, പറ്റിച്ചേർന്ന് നടക്കാൻ, ആ ദൈവത്തിൽ വസിക്കുവാൻ
പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്കത് സാധിപ്പിച്ചു തരുവാൻ, നഷ്ടപ്പെട്ടു പോയ പർദീസ തിരികെ തരുവാൻ പ്രാണപ്രിയനായ യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഈ യേശുവിനെയാണ് പ്രിയപ്പെട്ടവരെ നാം അപ്പാ എന്ന് വിളിക്കേണ്ടതും കൂടെ നടക്കേണ്ടതും. മഹാപരിശുദ്ധനായ ദൈവം നമ്മെ ആഴക്കുഴിയിൽ നിന്ന് കയറ്റി നിരാശയുടെ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മെ, പാപത്തിൻ്റെ അഗാധ കുഴിയിൽ പിശാച് മുക്കിയിട്ടിരുന്ന നമ്മെ ആ അത്ഭുത കരം താഴെ ഇറങ്ങി വന്ന് കോരിയെടുത്തു. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നാം ഒന്ന് അനുഭവിക്കണം. നാം ഈ യേശുവിനെ അറിയണം. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു, നാം എങ്ങനെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ക്രിസ്തീയ ജീവിതം ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ പോയി, അതൊക്കെ നല്ലത്. പള്ളിയിൽ പോകുക, ആരാധന സംബന്ധിക്കുക, കുമ്പസാരിക്കുക, കുർബാന കൊള്ളുക, നോയമ്പ്, നമസ്കാരം, അങ്ങനെ നമ്മുടെ സഭ കൽപ്പിച്ചിട്ടുള്ളതും എല്ലാം ചെയ്ത് ജീവിക്കുക. അതുമാത്രം മതിയോ പ്രിയപ്പെട്ടവരെ? നാം അറിയണ്ടേ നമ്മുടെ പ്രാണപ്രിയനായ ഉടയവൻ, സ്നേഹസമ്പന്നനായ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:9 പറയുന്നു, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും നമുക്ക് ചുറ്റും പ്രകാശിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ സത്യവെളിച്ചം. അന്ധകാര നിബിഡമായ ലോകത്തിൽ ആ സത്യവെളിച്ചം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അടുത്തുള്ള വാക്യത്തിൽ ദൈവത്തിൻ്റെ രോദനം കേൾക്കാം. എന്താണ്? ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് സ്വന്തത്തിലേക്ക്, കർത്താവ് ക്രിസ്ത്യാനികൾ എന്ന്, ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈ സത്യ വെളിച്ചമാക്കി തീർക്കാൻ നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചു നിന്നാൽ നാം അതിനെ ഉൾക്കൊള്ളുമോ? ഇന്ന് സ്വർഗം നമ്മെ നോക്കി ദുഃഖിക്കുമോ? അന്ന് യഹൂദജനത്തെ നോക്കി ദുഃഖത്തോടെ ആ സ്വർഗത്തിൻ്റെ രോദനം മുഴങ്ങി. സ്വന്തത്തിലേക്ക് വന്നു, അവർ എന്നെ കൈക്കൊണ്ടില്ല. നമ്മെ ഓരോരുത്തരെയും നോക്കി സ്വർഗം എന്താണ് പ്രിയപ്പെട്ടവരെ സാക്ഷിക്കുന്നത്? നാം യേശുവിലാണോ വസിക്കുന്നത്? ആ സത്യ വെളിച്ചത്തിലാണോ നാം നിൽക്കുന്നത്? അതെയോ പാപത്തിൻ്റെ പിന്നിലുള്ള പൈശാചികൻ്റെ അടിമകളായി അവൻ്റെ താളത്തിനൊത്ത് തുള്ളുന്നവരാണോ നാം ഓരോരുത്തരും? ഒന്ന് ഹൃദയത്തിലേക്ക് നോക്കുക, നമ്മുടെ അവസ്ഥ എന്തെന്ന്. പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം 2:14 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. നമ്മെ പൈശാചികന്റെ കയ്യിൽ നിന്നും ആ ആത്മീയ മരണത്തിൽ നിന്നും എല്ലാം കർത്താവ് വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നാം അറിയാതിരിക്കരുത്. ഇതറിയുമ്പോൾ നമുക്കത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നാം അങ്ങ് നിറയും. യേശുവിനോടുള്ള സ്നേഹം, യേശുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം, എങ്ങനെ യേശുവിൻ്റെ വിശുദ്ധി പ്രാപിക്കണം. നമ്മെ വിശുദ്ധന്മാരെന്ന് കർത്താവ് മുദ്രകുത്തി. പ്രിയപ്പെട്ടവരെ, വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങ് വിശുദ്ധീകരിക്കുകയാണ്. വിശുദ്ധന്മാരെന്ന് മുദ്രകുത്തുകയാണ്. നാം എങ്ങനെയായിരുന്നവരാകട്ടെ മുദ്രകുത്തുകയാണ്. ഇതൊന്നും അറിയാതെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് പള്ളിയോട് അടുത്തായിരുന്നു. വളരെ സ്ട്രിക്റ്റായിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. അപ്പച്ചൻ സൺഡേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ടീച്ചറൊക്കെ ആയിരുന്നുകൊണ്ട് പള്ളിയോട് വളരെ ബന്ധപ്പെട്ട് എല്ലാം ഒരു ഞായറാഴ്ച പോലും മുടക്കുകയില്ലായിരുന്നു.
അത് അതിരാവിലെ തന്നെ പോകണം. എൻ്റെ ഗ്രാൻഡ് ഫാദറോട് കൂടെ ഞാൻ പോയതൊക്കെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ. എല്ലാം ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ അസോസിയേഷൻ, മലങ്കര അസോസിയേഷൻ പ്രൈസ് കിട്ടി പാസ്സായി. പക്ഷേ യേശു ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് കർത്താവ് നല്ല വിദ്യാഭ്യാസം തന്നു. ഞാൻ ഡോക്ടറായി, ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, ഭർത്താവിനെ കിട്ടി, നല്ല 3 കുഞ്ഞുങ്ങളെ കിട്ടി. എല്ലാം എനിക്ക് തന്നു. ഞാൻ വിചാരിച്ചു അതെൻ്റെ നന്മ കൊണ്ടാണെന്ന്. നാട്ടിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിയും കിട്ടി. എല്ലാം തികഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലെ അഹങ്കാരം, എൻ്റെ നിഗളം, ഞാൻ മറ്റുള്ളവരെല്ലാവരേക്കാളും, എൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അനേകരേക്കാളും ഒരു പിടി ഉയരത്തിലാണ് ഞാനെന്ന് ചിന്തിച്ചു പോയി പ്രിയപ്പെട്ടവർ. ഇതൊന്നും പാപമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രകടമായി പ്രത്യേകിച്ചൊരു പാപം വരുന്നില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. എല്ലാമുണ്ട്. പക്ഷേ എൻ്റെ മൂത്ത മകൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ പോയി വരട്ടെ മമ്മി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയതാണ് പ്രിയപ്പെട്ടവരെ. അതിൽ പിന്നെ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്നോ, അവനിപ്പോൾ ജീവനോടെ ഉണ്ടെന്നോ, ജീവിച്ചിരുന്നാൽ തന്നെ എങ്ങനെ ജീവിക്കുന്നുവെന്നോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ജീവിതം കീഴ്മേൽ മറിഞ്ഞു പോയ അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, താളടിയായിപ്പോയി ഞങ്ങൾ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും. പക്ഷേ കൃപയാൽ ആ കർത്താവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നിരാശക്കുഴിയിൽ മുങ്ങിപ്പോകുവാനോ പിശാച് ഒരു മരണത്തിലേക്ക് നയിക്കുവാനോ ഒന്നും ഇടവരുത്താതെ ഈ സത്യവചനത്തിലേക്ക് ചേരുവാൻ, ഈ സത്യവചനം കേൾക്കുവാൻ, സത്യവചനത്തിൻ്റെ അടുത്തെത്തുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ആ വചനം കേട്ടപ്പോൾ ആ വചനം കണ്ണാടിയായി സത്യവെളിച്ചമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. എൻ്റെ ഹൃദയം ഞാൻ ആരെന്നറിയുവാൻ, എൻ്റെ യേശു ആരെന്നറിയുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. എൻ്റെ ഉള്ളിലേക്ക് നോക്കി. പ്രകടമായൊരു പാപം ഇല്ല. ഞാൻ വിചാരിച്ചു പുറമേയുള്ള പാപങ്ങളാണ് പാപമെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ഹൃദയം ചീഞ്ഞു നാറുന്ന അവസ്ഥയാണെന്ന്. ആ പാപം, എൻ്റെ ഹൃദയം എല്ലാവിധ മോഹങ്ങളാലും, ലോകത്തിൻ്റെ ചിന്തകളാലും, പ്രതാപങ്ങളാലും, ജഡത്തിൻ്റെ ഇമ്പങ്ങളാലും പാപമയമായ എൻ്റെ ഹൃദയം, ആ ഹൃദയത്തിൻ്റെ 5 അയൽവക്കത്തെത്തുവാൻ എൻ്റെ കർത്താവിന് സാധ്യമല്ല. എനിക്കെൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെത്തുവാനും സാധ്യമല്ല. എനിക്ക് മനസ്സിലായി. ആഴത്തിലുള്ള പാവബോധവും കുറ്റബോധവും കിട്ടി. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം വചനം കഴിഞ്ഞു വീട്ടിൽ ചെന്നു. രാവിലെ 3:30 മണിയോടുകൂടി കർത്തൃഭാഗത്തിൽ ഞാൻ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഓരോ പാപങ്ങളും കണ്ണാടി പോലെ എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഓരോ ഹൃദയ പാപങ്ങൾ ഞാൻ എണ്ണി പൊന്നു പാദപീഠത്തിലേക്ക് വെച്ചു കൊടുത്തു. എൻ്റെ കർത്താവേ, ഇതും അവിടുന്ന് ക്ഷമിക്കുമോ, ഇതും അവിടുന്ന് ക്ഷമിക്കുമോ? ഒരു വചനം എനിക്ക് കിട്ടി. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കാം. വേറെ ആരിലേക്കും നോക്കണ്ട. ഭർത്താവിലേക്കോ, കുഞ്ഞുങ്ങളിലേക്കോ, ഭാര്യയിലേക്കോ, അയൽക്കാരിലേക്കോ, നമ്മുടെ ശത്രുതാ മനോഭാവമുള്ളവരിലേക്കോ, നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവരിലേക്കോ ഒന്നും നമ്മൾ നോക്കണ്ട പ്രിയപ്പെട്ടവരെ. അവനവനിലേക്ക് നോക്കുക. നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു? നമ്മുടെ പ്രാണപ്രിയനായ മഹാപരിശുദ്ധനായ യേശുവിന് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മുടെ പാപത്തെ കഴുകി, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനുമേറ്റ, നമ്മുടെ മേലുള്ള ശാപം മുഴുവൻ ചുമന്നൊഴിച്ച നമ്മുടെ അരുമ രക്ഷകനായ യേശുവിനോട് കൂടെ പറ്റിച്ചേർന്നിരിപ്പാൻ നമുക്കിന്ന് കഴിയുമോ പ്രിയപ്പെട്ടവരെ? ആ യേശു നമ്മുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുകയാണ്. മകളെ, നിൻ്റെ ഹൃദയമൊന്ന് തുറന്നു തരാമോ? ഞാൻ നിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കട്ടെ. ഞാൻ എൻ്റെ മകളാക്കി തീർക്കട്ടെ, എൻ്റെ സഹോദരിയാക്കി തീർക്കട്ടെ, എൻ്റെ പ്രാണപ്രിയയാക്കി തീർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാണപ്രിയൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് മുട്ടുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കർത്താവ് മുട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം വിട്ടും പോകാൻ നമ്മ അനുവദിക്കരുതേ. കർത്താവേ, ഞാനിതാ എൻ്റെ ഹൃദയകവാടം തുറന്നു തരുന്നു. ഇന്ന് വരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെ അങ്ങയോട് പറ്റിച്ചേർന്നിരിപ്പാൻ പറ്റിയിട്ടില്ല. വേണ്ടവണ്ണം അങ്ങയെ സ്നേഹിപ്പാനോ, അങ്ങയുടെ വേല ചെയ്യുവാനോ, അങ്ങയെ പ്രസാദിപ്പിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല കർത്താവേ. ഇതാ ഞാനിപ്പോൾ എൻ്റെ ഹൃദയകവാടം ഞാൻ തുറന്നു തരുന്നു.
തിരുരക്തത്താൽ എന്നെ കഴുകി എൻ്റെ ഹൃദയ സിംഹാസനത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് പോകാതെ വണ്ണം കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. അവൻ എന്നെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, കൂട്ടായ്മയിലുള്ളവർക്കൊക്കെ ഒരു പാവബോധമൊക്കെ ഉണ്ട്. പക്ഷേ ആ യൂദസ്കറിയോത്തെ നമുക്ക് ഒന്ന് ധ്യാനിക്കാമല്ലോ. യൂദസ്കറിയോത്ത 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നതാണ്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഈ യൂദസ്കറിയോത്ത എന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ തന്നെ 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നു, വചനം കേട്ടു, അടയാളങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ കണ്ണാലെ കണ്ടു. അവൻ ആ കൂട്ടായ്മയിലെ പണസൂക്ഷിപ്പുകാരനും അവനായിരുന്നു. പക്ഷേ എന്തു പറ്റി? അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദ്രവ്യാഗ്രഹം വിട്ടുമാറിയില്ല. പാപത്തെ വിട്ടുമാറുവാൻ, പാപത്തെ ഉപേക്ഷിപ്പാൻ യേശു മഹാപരിശുദ്ധനാണ്, പാപം തീണ്ടാത്തവനാണ്. ആരെന്നെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമെന്ന് പാപത്തെ നോക്കി വെല്ലുവിളിച്ച യേശുവിൻ്റെ പിന്നാലെയാണ് താൻ നടക്കുന്നതെന്നും ഈ പാപത്തിൽ നിന്ന് തനിക്ക് മോചനം ലഭിക്കണമെന്നും ഒരാഗ്രഹം അവനുണ്ടായില്ല. ആ ദ്രവ്യാഗ്രഹം വിട്ടുമാറുവാൻ അവന് തോന്നിയില്ല. പ്രിയപ്പെട്ടവരെ, 1 തീമോത്തിയോസിൻ്റെ ലേഖനത്തിലും ദ്രവ്യാഗ്രഹം വിട്ട് ഓടുവീൻ, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിനോട് വ്യക്തിപരമായി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദ്രവ്യാഗ്രഹമുണ്ടോ? എന്തെങ്കിലും പാപപ്രകൃതിയുണ്ടോ? എന്ത് സംഭവിച്ചു ഈ യൂദസ്കറിയോത്തേക്ക്? കർത്താവ് തന്നെ വാഴ്ത്തി നുറുക്കി അപ്പം കൊടുത്തതാണ്. അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. പ്രാണപ്രിയനെ, അരുമനാഥനെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അവൻ അന്ധകാരത്തിലേക്ക് പോയി, നഷ്ടപ്പെട്ടു പോയി, നശിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും ഈ ഗതി വരാൻ അനുവദിക്കരുതേ. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ നമുക്കൊന്ന് ഓർക്കാം. ദാവീദ് 63 സങ്കീർത്തനം 8 വാക്യത്തിൽ നമുക്കറിയാം, 63 അതിൻ്റെ തലക്കെട്ട് തന്നെ യഹൂദാ മരുഭൂമിയിൽ വെച്ച് എഴുതുന്നതാണ്. യഹൂദാ മരുഭൂമിയിൽ വെച്ച് പാടുന്ന ഗീതമാണ്. സ്വന്തം മകനാൽ വേട്ടയാടപ്പെട്ട് അവൻ ഈ കാടുകളിലും ഗുഹകളിലും മരുഭൂമിയിലും അഴന്നുലഞ്ഞു നടക്കുമ്പോൾ, പുറത്തും അകത്തും ചൂടാണ്, വരണ്ട അവസ്ഥയാണ്. ആ സമയത്തും ദാവീദ് പാടുകയാണ്, എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു, അവൻ തൻ്റെ വലങ്കൈ കൊണ്ട് എന്നെ ഉയർത്തുമെന്ന്. എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു. ഏത് പൈശാചികൻ്റെ ഏത് കെണിയിലും പെട്ട് ഒഴുന്ന ഒരു തരത്തിലും മുന്നോട്ടൊരു കാൽ വയ്ക്കാൻ പറ്റില്ല എന്ന് അറിയുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ അനുഭവമായിരിക്കില്ല നമുക്ക്. പക്ഷേ ആ സമയത്തും ദാവീദ് പാടുകയാണ്, എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു, അവൻ തൻ്റെ വലങ്കൈ കൊണ്ട് എന്നെ താങ്ങുന്നു. കർത്താവിൻ്റെ വലങ്കൈ കൊണ്ട്, ബലമുള്ള കൈ കൊണ്ട് നമ്മെ താങ്ങിയാൽ നാം എത്ര ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ. ആ ഭാഗ്യാവസ്ഥ നമുക്ക് വേണ്ടേ? നമുക്കും ഏത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും സാഹചര്യമാണെങ്കിലും സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ ആ അരുമരക്ഷകൻ്റെ പൊന്നുമുഖത്തേക്ക് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന്, തലയിൽ മുൾക്കിരീടം ധരിച്ച് അതിൽ ഒരു മുള്ള് ആ കണ്ണിലേക്കും കുത്തിയിറക്കിയെന്നാണ് നാം കാണുന്നത്. ആ അരുമരക്ഷകൻ്റെ പൊന്നുമുഖത്തേക്ക് അവനെ മുഖത്തടിച്ചും ഇടിച്ചും തുപ്പിയും ആകെ വികൃതമാക്കപ്പെട്ട പൊന്നുമുഖത്തേക്ക് പുറം ഉഴവുചാൽ പോലെ കീറപ്പെട്ടു നമ്മുടെ സമാധാനത്തിനായി. കൈകാലുകൾ ആ കാരിൻപാണിയാൽ തുളയ്ക്കപ്പെട്ടു. ആ രക്തം ഒഴുകുന്ന ആ പൊന്നു മുഖത്തേക്ക്, ആ പൊന്നാളത്വത്തിലേക്ക് നമുക്കൊന്നും നോക്കി നമുക്ക് ഇന്നൊരു സമർപ്പണം എടുക്കണം പ്രിയപ്പെട്ടവരെ. ഇനി ഒരു യൂദായെപ്പോലെ ആകാതെ ദാവീദിനെ പോലെ യേശുവിന് വന്ന് പിറക്കത്തക്കവണ്ണം ഒരു ഗോത്രം, ഒരു ഗ്രഹം നമ്മിൽ ഒരാളിൽ ചവിട്ടി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കണം പ്രിയപ്പെട്ടവരെ. അതിനായി നമുക്ക് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ചു കൊടുക്കാം പ്രിയപ്പെട്ടവരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമയാണ്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ വേലക്കാർക്ക്, തൻ്റെ ദാസന്മാർക്ക്
താലന്ത് വിഭജിച്ചു കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും പ്രാപ്തിക്കനുസരിച്ച്. നല്ല യജമാനൻ, ആ യജമാനനറിയാം ഓരോരുത്തരുടെയും പ്രാപ്തി എന്താണെന്ന്. ആ യജമാനൻ പ്രാപ്തിക്കനുസരിച്ച് ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തു. 5 താലന്ത് കിട്ടിയവൻ ഉടനെ പോയി വേല ചെയ്തു, വ്യാപാരം ചെയ്തു, 5 താലന്ത് കൂടെ ഉണ്ടാക്കി. 2 താലന്ത് കിട്ടിയവൻ ഒട്ടനെ പോയി വ്യാപാരം ചെയ്തു എന്ന് അവന് നിൽക്കാൻ നേരമില്ല. എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അത്രയ്ക്ക് ആ യജമാനനോടുള്ള സ്നേഹം കൊണ്ടും ആ ബഹുമാനം കൊണ്ടും നിറഞ്ഞു നിൽക്കുക. യജമാനൻ ഏൽപ്പിച്ച താലന്തല്ലേ, എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ള വിചാരം മാത്രമേ അവർക്കുള്ളൂ. യജമാനൻ വന്നു കണക്ക് തീർത്തു. 2 പേരോടും, ഒരാൾ 5 താലന്തോടെ നേടി 10 താലന്ത് കൊണ്ട് കൊടുത്തു, ഒരാൾ 2 താലന്ത്, അപ്പം 4 താലന്ത്. 2 പേർക്കും ലഭിക്കുന്ന ഉത്തരം ഒന്ന് തന്നെ: നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അരുമരക്ഷകൻ സ്വർഗകുമാരൻ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ 1 താലന്ത് ലഭിച്ചവനോ, അവൻ 1 താലന്ത് കൂടി നേടിയാൽ മതിയായിരുന്നു. 1 താലന്ത് കൂടി നേടിയെങ്കിൽ അവനും അതേ വാക്ക്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന ആ പ്രാണപ്രിയൻ്റെ നല്ല യജമാനൻ്റെ നല്ല വാക്ക് കേട്ട് അവനും സന്തോഷിച്ചു തുള്ളാമായിരുന്നു. പക്ഷേ അവൻ ആ യജമാനൻ്റെ സ്നേഹം അറിഞ്ഞില്ല. യജമാനനെ സ്നേഹത്തോടെ കാണുവാൻ അവന് കഴിഞ്ഞില്ല. അവന് കിട്ടിയതിൽ തൃപ്തനായില്ല. അവൻ വിശ്വസ്തനായില്ല. എന്ത് പറ്റി? അവൻ ആ താലന്ത് മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു, കുഴിച്ചിട്ടു. യജമാനൻ വന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, നീ ആ കഠിന മനുഷ്യനെന്നറിഞ്ഞത്. യജമാനനെ അവൻ കഠിന മനുഷ്യനെന്നാണ് പറയുന്നത്. വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്നറിഞ്ഞ് എനിക്ക് തന്ന താലന്ത് ഞാൻ കുഴിച്ചിട്ടു, ഇതാ എടുത്തുകൊള്ളുക. എന്തൊരു സംസാരമാണ് അവൻ്റെ! യജമാനനോടൊരു സ്നേഹ ബഹുമാനമില്ലാതെ യജമാനൻ ആരെന്നറിയുവാൻ ആ സാധുവിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, വേറെ ഏതെങ്കിലും പാപം അവൻ ചെയ്തോ? ഒന്നുമില്ല. പ്രകടമായ പാപങ്ങളിലേക്ക് ഒന്നും പോയി എന്ന് അവിടെ നാം വായിക്കുന്നില്ല. പക്ഷേ ലഭിച്ച താലന്ത് വർദ്ധിപ്പിക്കുവാൻ അവന് കഴിഞ്ഞില്ല. കാരണം യജമാനനെ അവൻ അറിഞ്ഞില്ല, യജമാനൻ്റെ സ്നേഹം അവൻ അറിഞ്ഞില്ല. പ്രാപ്തിക്കനുസരിച്ച്, എൻ്റെ പ്രാപ്തി 1 താലന്തേ ഉള്ളൂ, ആ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ ചെയ്യുമെന്ന് അവൻ വിചാരിച്ചിരുന്നെങ്കിൽ, പക്ഷേ അവന് ആ ഒരു യജമാനൻ്റെ സ്നേഹം അറിയാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ള കർണകഠോര ശബ്ദം കേൾക്കും. കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവേൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയരെ, ആ ഒരേ വേലസ്ഥലത്ത് ജോലി ചെയ്തതാണ്, ഒരേ യജമാനൻ്റെ കീഴിൽ വേല ചെയ്തവരാണ്, ഒരേ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയവരാണ്. എത്ര ആനന്ദകരമായി എല്ലാവരും ജീവിച്ചതാണ്. എല്ലാം 2ഉം 2ആയിത്തീരുന്ന അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രകടമായ പാപം വന്നിട്ടാണോ? ഈ ലഭിച്ച താലന്തിൽ വിശ്വസ്തരായില്ല. നാം എത്ര സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. 1 പത്രോസ് 1:17 മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമ്മുടെ ഈ പ്രവാസകാലം അത് എത്ര എന്ന് നാം അറിയുന്നില്ല. 7-10 ഏറെയായാൽ 80 മാത്രം. അത് കർത്താവിൻ്റെ ഹിതമെന്തോ അതുപോലെ. ഈ സമയത്ത് ഞാനും എൻ്റെ പൂർവ്വകാലത്തിലേക്ക് നോക്കി. എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. നല്ല കാലങ്ങൾ മുഴുവൻ കളഞ്ഞു കുളിച്ച പാപിയാണ് കർത്താവേ എന്ന് ഞാൻ ആ പൊന്നുപാദം കെട്ടിപ്പിടിച്ച് പറയാറുണ്ട്. എങ്കിലും ശിഷ്ടായുസ് എൻ്റെ കർത്താവ് എനിക്ക് തന്ന താലന്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് തന്ന താലന്ത് അത് നമ്മുടെ യജമാനൻ ആരെന്നറിഞ്ഞ്, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിഞ്ഞ് കർത്താവിനെ അറിവാൻ ഉത്സാഹിക്കുക എന്നാണ് ഹോശയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞ് ആ വചനം എന്താണെന്നറിഞ്ഞ്, കർത്താവേ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറന്നു തരണമേ, ഞങ്ങളുടെ വിളിയാലുള്ള ആശ, അവിടുത്തെ ഞങ്ങളിലുള്ള വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിന് ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ ഒന്ന് തുറന്നു തരണമേ എന്ന് അരുമരക്ഷകനായ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
നമുക്ക് അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കാം. അൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, ഈ കാലം അത്രയും ഞങ്ങൾ കളഞ്ഞു കുളിച്ച പാപികളാണ് കർത്താവേ. ദുഷ്ടപിശാചിൻ്റെ അടിമത്വത്തിലും ആ നിരാശക്കുഴിയിലും കിടന്ന് ഞങ്ങളിലേക്ക് നോക്കി, മറ്റുള്ളവരിലേക്ക് നോക്കി, മറ്റുള്ളവരിലെ കുറ്റം കണ്ട് ഈ കാലം മുഴുവൻ കളഞ്ഞു കുളിച്ചു പോയി കർത്താവേ. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവമേ, കേൾക്കുന്ന ഓരോരുത്തരിലേക്കും ഇടിച്ചിറങ്ങി അവരിൽ ക്രിയ ചെയ്യണമേ. അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഇനിയുള്ള ശിഷ്ടായുസ് എൻ്റെ യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ, സത്യ വെളിച്ചത്തിൻ്റെ വാഹികളായി, ദിവ്യ സ്നേഹത്തിൻ്റെ വാഹികളായി ഇനിയുള്ള ശിഷ്ടായുസ് കഴിപ്പാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരണമേ. മഹത്വം പൊന്നുതിരുമേനി മാത്രം എടുക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു അപ്പാ. സ്തോത്രം, സ്തോത്രം. ആമീൻ, ആമീൻ, ആമീൻ.